ഇന്ത്യൻ നിരത്തുകളിൽ ഓടുന്ന കാറുകളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവാണ് ഉണ്ടായി വരുന്നത്. വർദ്ധിച്ചു വരുന്ന കാറുകൾ കാരണം പൊതുനിരത്തിലുണ്ടാവുന്ന ട്രാഫിക് ജാമുകൾ നിരന്തര തലവേദനയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം സർക്കാർ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുൻപ് കുടുംബാസൂത്രണം പദ്ധതി നടപ്പാക്കാനായി നാം 2 നമുക്ക് 2 എന്ന ക്യാമ്പയിൻ സർക്കാർ നടത്തിയിരുന്നു. കാറുകളുടെ വർധനവ് തടയാനായി ഇതേ മാതൃക സർക്കാർ പിന്തുടരുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉടൻ തന്നെ സുപ്രീം കോടതി പുറപ്പെടുവിക്കും. ഒരു വ്യക്തിക്ക് 5-ലധികം കാറുകൾ ഉള്ളതെല്ലാം വളരെ ഗൗരവകരമായി കണക്കിലെടുക്കേണ്ട കാര്യങ്ങളാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഒരു കാർ സ്വന്തമാക്കുന്നത് മനസ്സിലാക്കാം, എന്നാൽ 5-ലധികം കാറുകൾ സ്വന്തമാക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. ഇത്തരക്കാർക്ക് തടയിടണമെങ്കിൽ ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ സ്വന്തമാക്കാവുന്ന കാറുകളുടെ എണ്ണത്തിൽ പരിധി വെക്കണമെന്നും കോടതി കൂട്ടിച്ചേർത്തു. നിലവിൽ 3 ലക്ഷത്തോളം ഓട്ടോറിക്ഷകൾക്ക് ദില്ലിയിൽ വിലക്കുണ്ട്. ഇവ ഭാരത് 6 നിലവാരത്തിലേക്ക് പരിഷ്കരിക്കാനും ഇവയ്ക്ക് മേലുള്ള കോടതി വിലക്ക് മാറ്റാനും ഒരു ഓട്ടോ മാനുഫാക്ചറിംഗ് കമ്പനി നൽകിയ ഹർജിയിലാണ് കോടതി ഇവ നിരീക്ഷിച്ചത്. ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന വാഹനങ്ങൾ കാരണം പാർക്കിംഗ് ഇടങ്ങളിൽ കൂടി തിരക്കുണ്ടാവുന്നതായും കോടതി പരാമർശിച്ചു. മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനങ്ങൾ പോലും പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ ആളുകൾ അവർക്ക് തോന്നുന്ന ഇടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു. ഇത് കൂടുതൽ ട്രാഫിക് പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നു. റോഡിലെ വർദ്ധിച്ചു വരുന്ന വാഹനങ്ങൾ വിവിധ മുനിസിപ്പൽ സ്ഥാപനങ്ങൾക്ക് സ്ഥിരം തലവേദനയാണ്. ദില്ലിയുടെ 2018-2019 ഇക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം 2018 മാർച്ച് വരെ 1.9 കോടി വാഹനങ്ങൾ രാജ്യ തലസ്ഥാനത്തുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 70 ലക്ഷത്തിലുമധികം ഇരുചക്ര വാഹനങ്ങളാണ്. ദില്ലിയിലേക്കാളും 5 ഇരട്ടി കൂടുതലാണ് മുംബൈയിലുള്ള കാറുകളുടെ എണ്ണമെന്നാണ് മറ്റൊരു കണക്ക്. നിരത്തിൽ ക്രമാതീതമായി വർദ്ധിക്കുന്ന കാറുകൾ ട്രാഫിക് പ്രശ്നങ്ങൾക്ക് മാത്രമല്ല വഴിയൊരുക്കുക, മറിച്ച് പരിസ്ഥിതി മലിനീകരണം, റോഡ് അപകടങ്ങളിലെ വർധനവ് എന്നിവയ്ക്ക് വഴിയൊരുക്കും.